ജീവന സംസ്കൃതി ഒരു പുത്തൻ ആശയം. വർഷങ്ങളായി എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം. ഒരു 15 വർഷത്തോളമായി എൻ്റെ മനസ്സിലുള്ള ആശയം. ഞാനത് ഇന്ന് പുറത്തെടുക്കുകയാണ്. ജീവന സംസ്കൃതി എന്ന ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. ചാനലിൻ്റെ ആശയം പൊതുജന സേവനം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ ഒരുമിച്ച് കൂടുന്നു. ഓരോ മേഖലയിലുമുള്ളവർ അവരുടെ വിവരങ്ങൾ, അനുഭവ സമ്പത്തുകൾ നമ്മൾ ക്രോഡീകരിച്ചു. ആ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്ത് മാസത്തിലൊരിക്കൽ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി. അതൊരു സെമിനാറിലേക്ക് നമ്മൾ മാറ്റി. ആ സെമിനാർ പൊതുജനങ്ങൾക്കായിട്ട് സെമിനാർ കൊടുക്കുന്നു. ആ സെമിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഏതെല്ലാം മേഖലയിലുള്ള ആളുകളുടെ അനുഭവങ്ങളും ജ്ഞാനങ്ങളും നമ്മൾ പകർന്നു കൊടുക്കുന്നു. അതാണ് ജീവന സംസ്കൃതി. ഒരു ആശയം എന്നതിലും അപ്പുറം ഒരു സേവനമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ആളുകൾക്ക് അനുഭവ സമ്പത്തുള്ള ഒരുപാട് ആളുകളുണ്ട്, എക്സ്പെർട്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാലോ ആ അനുഭവം, ആ സേവനം ആവശ്യമുള്ള ഒരു പൊതുജനങ്ങളിൽ ഒരു നല്ല വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരം കിട്ടാതെ, കൃത്യമായിട്ടുള്ള അറിവുകൾ കിട്ടാതെ പലരും പല അപകടച്യുതികളിൽ പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അനുഭവങ്ങളും ആ വിവരങ്ങളും നമുക്ക് പൊതുജനങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും? അത് വല്ലാത്തൊരു ഇന്നോവേഷൻ, വല്ലാത്തൊരു ഒരു അതിജീവനത്തിന് കാരണമാകും. ആ അതിജീവനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ പറഞ്ഞാൽ എഞ്ചിനീയർക്ക് എഞ്ചിനീയറുടേതായ വിവരങ്ങളുണ്ട്, ഡോക്ടർക്ക് ഡോക്ടറുടെ വിവരമുണ്ട്, ഒരു അധ്യാപകന്, ഒരു ബാങ്കർക്ക്, ഒരു കാർപ്പൻ്റർക്ക്, ഒരു മേസിന്, ഒരു നല്ല കൃഷിക്കാരന്, അതേപോലെ ഒരു കെട്ടിട തൊഴിലാളിക്ക്, അതേപോലെ ഒരു ശാസ്ത്രജ്ഞന്, എല്ലാ മേഖലയിലുള്ള ഒരു പോലീസ് ഓഫീസർക്ക്, അവർക്ക് അവരുടേതായ മേഖലകളിൽ അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ആളുകൾ, അവരുടെ വിവരം നമുക്ക് കിട്ടുകയാണെങ്കിലോ, അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുകയാണെങ്കിലോ നമുക്ക് വല്ലാത്ത ഉപകാരം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പല ചതിക്കുഴികളിൽ നിന്നും നമുക്ക് മുന്നേറാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ജീവന സംസ്കൃതി എന്നുള്ളൊരു ആശയം കൊണ്ട് നമ്മൾ ഉടലെടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി മുന്നോട്ട് പോകാനിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഒരു 3 മിനിറ്റുള്ള ഓരോ വീഡിയോകൾ നമ്മൾ ഓരോ ദിവസവും വിടുന്നതായിരിക്കും. അതിൽ കൂടെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന അനുസരിച്ച് നമ്മൾ അവരുടെ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യും. കൂട്ടായ്മ ഡെവലപ്പ് ചെയ്താൽ അതിനെ നമ്മൾ അതൊരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് അസോസിയേഷൻ എന്നല്ല, ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു അസോസിയേഷനിലേക്ക് വന്ന് അത് മാസത്തിലൊരിക്കൽ അവർ സമ്മേളിച്ച് അതൊരു സെമിനാറായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് അത് മറ്റുള്ള പൊതുജനങ്ങൾക്കായിട്ട് അത് ഉപകാരപ്പെടുന്ന രീതിയിൽ ആ വിവരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മൾ ജീവന സംസ്കൃതി എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുതിയ ചാനൽ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനി ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തുടങ്ങി വയ്ക്കുന്നു.